ഇപ്പോൾ ഫ്രേസൽ വെബ്സ് ആണ് നമ്മൾ 2-3 ക്ലാസ്സുകളിലായിട്ട് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ബാക്കി കുറച്ച് ഫ്രേസൽ വെബ്സുകളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തത് കാളോൺ. കാളോൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്നുള്ളതാണ് കാളോണിന്റെ മീനിങ്, വിസിറ്റ് എ പേഴ്സൺ. അപ്പോൾ എങ്ങനെ നമുക്കിത് റിലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരാളെ കോൾ ചെയ്യുവാണ്. അപ്പോൾ കോൾ ചെയ്തിട്ട് ഞാൻ പറയുകയാണ്, ഫോൺ കോൾ ചെയ്യാണ്, ഫോൺ കോൾ ചെയ്തിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ കാളോൺ എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പേഴ്സൺ, കാളോൺ ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നു എന്ന് പറയാണ്. അതാണ് വിസിറ്റ് എ പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി അതേപോലെ കാൾ അറ്റ് ഉണ്ട്. കാൾ അറ്റിൻ്റെയും വിസിറ്റ് തന്നെയാണ്, പക്ഷേ വിസിറ്റ് എ പ്ലേസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷന്റെ യൂസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് പ്ലേസസുകളെ റെപ്രസെന്റ് ചെയ്യാനാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ കാളറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വിസിറ്റ് എ പ്ലേസ് ആണ്. ഓക്കെ. ഇനി കാളപ്പ്. കാളപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീകളക്ട് ചെയ്യുക. അതായത് ഞാൻ കോൾ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു? റീകളക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ കോളപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീകളക്ട് ചെയ്യുക എന്നാണ്. കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ക്യാൻസൽ ചെയ്തു. ഞാൻ കോൾ ഓഫ് ചെയ്ത സമയത്ത് കോൾ എടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ കോൾ ഓഫ് ചെയ്തിട്ട് പോയി, അതായത് ക്യാൻസൽ ചെയ്തിട്ട് പോയി എന്ന് പറയാണ്. ഇനി കോൾ ഓവർ. കാൾ ഓവർ എന്ന് പറയുമ്പോൾ റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ് എന്നുള്ളതാണ് കാൾ ഓവർ. അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ് ആണ് കാൾ ഓവർ. ഇനി കാൾ ഫോർ എന്നുള്ളതാണ്. അപ്പോൾ കാൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് എന്നാണ്. ഓക്കെ. കാൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ്. അപ്പോൾ കാൾ ഫോർ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഞാൻ ഒരാളെ എന്ത് ചെയ്തു? ഒരു 4 പേരെ ഞാൻ വിളിച്ചു. അപ്പോൾ 4 പേരെ വിളിച്ചപ്പോൾ അവർക്ക് 4 പേർക്കും എന്താണ്? ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാൻ 4 പേരെ, ഇവിടെ 4 എന്ന് വെച്ചാൽ FOR ആണ്, പക്ഷെ നമ്മൾ പറയുന്നത് FOUR. അപ്പോൾ ഞാൻ 4 പേരെ ഫോൺ വിളിച്ചു. അപ്പോൾ ഒന്നാമത്തെ ആൾ എടുത്തില്ല, രണ്ടാമത്തെ ആൾ എടുത്തില്ല, മൂന്നാമത്തെ ആൾ എടുത്തില്ല, നാലാമത്തെ ആൾ ഫോൺ എടുത്തില്ല. അതായത് എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. അപ്പോൾ കാളോൺ എന്ന് പറയുന്നത് വിസിറ്റ് എ പേഴ്സൺ, കാളറ്റ് എന്ന് പറയുന്നത് വിസിറ്റ് എ പ്ലേസ്, കാളപ്പ് എന്ന് പറയുന്നത് റീകളക്ട്, കാൾ ഓഫ് എന്ന് പറയുന്നത് ക്യാൻസൽ സംതിങ്, കാൾ ഓവർ എന്ന് പറയുന്നത് റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ്, കാൾ ഫോർ എന്ന് പറയുന്നത് ഡിമാൻഡ് എന്നാണ് അർത്ഥം വരുന്നത്. ഇതാണ് കാളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസൽ വെർബ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഗെറ്റ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സുകളാണ്. ഗെറ്റ്. അപ്പൊ ആദ്യത്തേത് ഗെറ്റ് ഓൺ എന്നുള്ളത്. അപ്പൊ ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ മേക്ക് പ്രോഗ്രസ് എന്നുള്ളതാണ്. അപ്പൊ ഗെറ്റ് ഓൺ എന്ന് വെച്ചാൽ എന്താണ്? മേക്ക് പ്രോഗ്രസ് ആണ്. അപ്പൊ ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് പ്രോഗ്രസ്. അതായത് നമ്മൾ ഒരു കാര്യത്തിന് പ്രോഗ്രസ് ഉണ്ടാക്കുക. അതിനൊന്നും കോഡ് പഠിച്ചു വെക്കണ്ട. ഗെറ്റ് ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു പ്ലേസിലേക്ക് എത്തിച്ചേരുക എന്നാണ് അല്ലേ? അപ്പൊ ഗെറ്റ് ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റീച്ച് ചെയ്യുക എന്നാണ്. ഗെറ്റ് ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓവർകം. അതിൽ തന്നെയുണ്ട് ഗെറ്റ് ഓവർ. ഗെറ്റ് ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓവർകം. ഗെറ്റ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഗെറ്റ് എഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സക്സസ്ഫുൾ എന്നാണ്. ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്. അതായത് ഗെറ്റ് ത്രൂ പാസ് എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവ് എ വെഹിക്കിൾ. ഒരു വെഹിക്കിളിൽ നിന്ന് ലീവ് ചെയ്യാന്നാണ്. ലീവ് എ വെഹിക്കിൾ. ഗെറ്റ് ടു എന്ന് പറയുന്നത് എന്താണ്? ടു റീച്ച് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്. ഗെറ്റ് ടു എന്ന് പറഞ്ഞാൽ ടു റീച്ച് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്. അപ്പൊ ഇതിനൊന്നും നമുക്ക് കോഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കോഡ് യൂസ് ചെയ്യാതെ തന്നെ പഠിച്ചു വെക്കണം. ഇനി ലുക്ക് വെച്ചിട്ട് ഉള്ള ഫ്രേസൽ വെർബുകളാണ്. ലുക്ക് ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടംപ്റ്റ് എന്നുള്ളതാണ്. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിയാവുന്നതാണ്. ലുക്ക് ഫോർ സെർച്ചിങ് സംതിങ്. ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് ഇൻ എ ഡിക്ഷണറി. അപ്പൊ അത് ശ്രദ്ധിച്ചു വെച്ചിരിക്കണം. ലുക്ക് ഫോർ എന്ന് വെച്ചാൽ സെർച്ചിങ്, ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് ഇൻ എ ഡിക്ഷണറി ആണ്. അപ്പൊ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ചിങ്, ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ് ഇൻ എ ഡിക്ഷണറി ആണ്. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ ടേക്ക് കെയർ ഓഫ്. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് വിത്ത് പ്ലഷർ എന്നുള്ളതാണ്. ഓക്കെ. ഈ ലുക്കൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, കാരണം അധികം നമ്മൾ ലുക്ക് കണ്ടിട്ടില്ല. ഇനി മേക്ക് ഫോർ എന്ന് പറയുമ്പോൾ എന്താണ്? റഷ് ടുവേഴ്സ്. മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു ട്രാൻസ്ഫോം വരുത്തുക എന്നുള്ളതാണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യുക. മേക്കപ്പ് ഫോർ എന്ന് പറയുമ്പോൾ എന്താണ്? കോമ്പൻസേറ്റ് ഫോർ എന്നുള്ളതാണ്. മേക്ക് ഓഫ് എന്ന് പറയുന്നത് എസ്കേപ്പ്. മേക്ക് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നാണ് അർത്ഥം. ഇനി നമ്മൾ പുള്ളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫ്രേസൽ വെർബുകളാണ്. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെറ്റ് ത്രൂ ആൻ ഇൽനെസ് ഓർ അതർ ഡേഞ്ചറസ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അപ്പോൾ പുൾ ത്രൂ എന്ന് പറയാണ്. അപ്പോൾ പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇൽനെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഞാൻ സ്വയം പുൾ ചെയ്ത് മാറിപ്പോവുകയാണെന്നുള്ള അർത്ഥം വരുന്ന രീതിയിൽ. ഇനി പുൾ ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, ടു ലീവ്. പുൾ ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ടു ലീവ് ചെയ്യുക അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുക എന്നാണ് അർത്ഥം. ഇനി പുൾ ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്? ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദി സൈഡ് ഓഫ് ദി റോഡ് എന്നാണ് പുൾ ഓവറിന് അർത്ഥം എന്ന് പറയുന്നത്. ഫോഴ്സ്ഫുള്ളി ഒരു സൈഡിലോട്ട് കാറ് സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് പുൾ ഓവർ ചെയ്യുക ഓൺലൈൻ്റെ അർത്ഥം. ഇനി പുൾ ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? ടു ഡിസ്ട്രോയ് ഓർ ഡിപ്രസ് സമൺ ആണ്.
അപ്പോൾ പുൾ ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? ടു ഡിസ്ട്രോയ് ഓർ ഡിപ്രസ് സമ്മൺ ആണ്. പുൾ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്റ്റോപ്പ്. പുൾ ഫോർ എന്ന് വെച്ചാൽ എന്താണ്? ടു എൻകറേജ് ഓർ സപ്പോർട്ട് ആണ്. പുൾ ടുഗദർ എന്ന് വെച്ചാൽ എന്താണ്? കോപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പറേറ്റ് ഇൻ എ ടാസ്ക് ഓർ അണ്ടർ ടേക്കിംഗ് എന്നുള്ളതാണ്. പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പുൾ ബാക്ക് എന്ന് വെച്ചാൽ എന്താണ്? റിട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഫ്രേസൽ വെർബുകൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഒരുപാട് ഫ്രേസൽ വെർബുകൾ ഉണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫ്രേസൽ വെർബുകളാണ് ഇന്ന് പറഞ്ഞത്.